ആസ്റ്റർ ബിംസ് കോഴിക്കോട് ഡയറക്ടർ ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ എസ് അനൂപ് കുമാർ തത്സമയം ചേരുന്നു. ഡോക്ടർ എസ് അനൂപ് കുമാർ, ആശങ്ക വേണ്ടതുണ്ടോ എന്നതാണ് പ്രാഥമികമായ ചോദ്യം. ഒരിക്കലും ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഒന്നാമതായി ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. ആദ്യം ഈ കോടതിയിൽ എന്താണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. മുമ്പെയൊക്കെ തന്നെ അത് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ വാക്സിൻ വന്ന ഈ 2021 കാലഘട്ടത്തിൽ തന്നെ ഈ വാക്സിൻ എടുത്ത വളരെ ചുരുക്കം ആൾക്കാരിൽ ഏകദേശം 10 ലക്ഷത്തിൽ 1-2 പേരിൽ മാത്രം കാണപ്പെട്ട ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിങ്, അഥവാ അതിന് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ TTS എന്ന് പറയും, ത്രോംബോസൈറ്റോപീനിയ വിത്ത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം. അതിന് ചില ഘടകങ്ങൾ, അസുഖം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ സ്വീകരിച്ച് ഒരു 4 മുതൽ 42 ദിവസത്തിനുള്ളിൽ മാത്രം വരുന്ന ഒരു കണ്ടീഷനാണ്. അത് വളരെ അപൂർവം പേരിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കിട്ടിയ ഗുണം അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. നമുക്കറിയാം, അന്നൊക്കെ മരണസംഖ്യ വളരെ കൂടുതലായിരുന്നെങ്കിൽ പിന്നീട് മരണസംഖ്യയും അതല്ലെങ്കിൽ ICUലൊക്കെ പ്രവേശിപ്പിക്കപ്പെടുന്ന ഗുരുതരാവസ്ഥയിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം വളരെ കുറവുണ്ടായി. ഇത് മുമ്പൊരു സംഭവിച്ച കാര്യമാണ്. അത് അന്ന് തന്നെ ഈ മെഡിക്കൽ സമൂഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ഈ ഒരു അസുഖത്തെ പറ്റിയാണ് പറഞ്ഞത്. അതിനർത്ഥം മുമ്പ് വാക്സിൻ സ്വീകരിച്ച ആൾക്കാരിലേക്ക് ഇപ്പോൾ പ്രോബ്ലം വരുന്നോ എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു ലിമിറ്റഡ് പീരീഡിൽ മാത്രമാണ് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുകയും അതേപോലെ തന്നെ ഈ നമ്മുടെ മേജറായിട്ടുള്ള തലച്ചോറിലേക്കോ അല്ലെങ്കിൽ വയറിനുള്ളിലേക്കോ ഒക്കെ സംഭവിക്കുകയും ചെയ്തു. കമ്പനി വിശദീകരിക്കുന്നത് പോലെ 21 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ ഈ പാർശ്വഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നായിരുന്നു. അപ്പോൾ ഇന്ത്യയിലടക്കം ഏറ്റവും കൂടുതൽ 2 ഡോസും പിന്നെ ബൂസ്റ്റർ ഡോസും എടുത്തവരാണ് ഭൂരിപക്ഷം ആളുകളും കോവിഷീൽഡ് വാക്സിൻ. അപ്പോൾ ആ ഘട്ടത്തിലൊന്നും പാർശ്വഫലങ്ങൾ അവർക്ക് വന്നിട്ടില്ലെങ്കിൽ ഇനി അവർ ആ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ്. അതെ, 21 ദിവസമല്ല, നമുക്കതിൻ്റെ ഡയഗ്നോസിങ് ക്രൈറ്റീരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മുതൽ 42 ദിവസം വരെയുള്ള സമയത്തിനുള്ളിലാണ് ഈ ഒരു സൈഡ് എഫക്റ്റ് വളരെ അപൂർവമായി കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞു. ഇനി അത്തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റിനെ പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. ഈ സ്ട്രോക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ട പിടിക്കുന്ന അസുഖങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കണ്ടീഷനാണ്. അത് കോവിഡിന് ശേഷമോ അല്ലെങ്കിൽ കോവിഡ് വാക്സിന് ശേഷമോ കാണുന്ന ഒരു അസുഖമല്ല. അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജി അടക്കമുള്ള ഈ പല ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ സ്ട്രോക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് രക്തക്കുഴലിൽ ക്ലോട്ട് വരുന്നതിൻ്റെയൊക്കെ തോത് ഈ വാക്സിന് ശേഷമോ അല്ലെങ്കിൽ കോവിഡിന് ശേഷമോ വളരെയധികം കൂടിയതായിട്ടുള്ള യാതൊരു ഡാറ്റവും നമുക്ക് ഇന്ത്യയിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഇതുവരെ ലഭ്യമല്ല.